അടുത്തതായി ലക്ഷദ്വീപ് മുജാഹിദ് സമ്മേളനത്തിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യനായ ഷാഫി സ്വബാഹിയാണ്. മരണം വിളിച്ചാൽ എന്ന തലക്കെട്ടിൽ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഷാഫി സ്വബാഹിയെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ അഹദിൽ ജബ്ബാർ വസ്സമദിൽ ഗഫാർ. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ. وأشهد أن محمدًا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إننا موقنون. ألا إنما الدنيا كأحلام نائمين وما خير عيش لا يكون بدائمين. تأمل إذا ما نلت باللمس لذتها فأفنيتها هل أنت إلا كحالمي. وما الموت إلا شاهد مثل غائبه وما الناس إلا جاهل مثل عالمه. വേദിയിൽ ഉപവിഷ്ടരായ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, ഈ സദസ്സിൽ സന്നിഹിതരായ വ്യത്യസ്തമായ ദ്വീപുകളിൽ നിന്ന് കടന്നു വന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, അതിലുപരി ഈ പഞ്ചായത്ത് സ്റ്റേജിൻ്റെ പുറത്ത്, സദസ്സിന് പുറത്ത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കിൽത്താനിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം മനുഷ്യൻ്റെ സമീപത്തുണ്ട് എന്ന ബോധ്യപ്പെടുത്തൽ
പരിമിതമായ സമയത്തിൽ നിങ്ങൾ ഉണർത്തുന്നത് ആരെയും ഭയപ്പെടുത്താനോ ആരെങ്കിലും വ്യാകുലപ്പെടുത്താനോ അല്ല. ചില ആളുകൾ ജീവിക്കാൻ ഭയന്ന് മരിക്കുന്നവരുണ്ട്, ചില ആളുകൾ മരിക്കുമല്ലോ എന്ന ഭയത്തോടെ ജീവിക്കുന്നവരുമുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് രണ്ടിനുമിടയിൽ മരണശേഷമുള്ള ജീവിതത്തിൻ്റെ ആനന്ദത്തെ കണ്ട് അതിനുള്ള ഒരുക്കമായി ജീവിക്കാനാണ്. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥമായ ബുദ്ധിമാൻ ആരാണെന്ന് പഠിപ്പിക്കുന്നിടത്ത് പ്രവാചകൻ പറഞ്ഞു, അല്ലദീ അത്തബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹിൽ ജന്ന. അവൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളെ മുഴുവൻ കൺട്രോൾ ചെയ്യുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനാണ് യഥാർത്ഥമായ ബുദ്ധിമാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, മരണമുണ്ട്. നമുക്കാർക്കും അറിയില്ല ഏത് സന്ദർഭത്തിലാണ്, ഏത് പ്രായത്തിലാണ്, ഏത് സമയത്താണ് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുക എന്ന് പറയാൻ. നമ്മളുടെ കാലുകളെ കൊണ്ട് ഈ കിൽത്താനിൻ്റെ പഞ്ചായത്ത് സ്റ്റേജിലേക്ക് നടന്നു വന്നവരാണ് നമ്മൾ. തിരിച്ച് ഇതേ കാലുകൊണ്ട് തിരിച്ചു പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ, മറ്റുള്ളവൻ്റെ ചുമലിലേറി പോകേണ്ടി വരുമോ എന്നുള്ളത് എനിക്കോ നിങ്ങൾക്കോ പറയാൻ സാധ്യമല്ല. ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും നമ്മുടെ കൈക്കൊണ്ട് ധരിച്ചവരാൻ. തിരിച്ച് ഇതേ കൈക്കൊണ്ട് തന്നെ അഴിച്ചു മാറ്റാൻ സാധിക്കുമോ? നമ്മളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നവൻ്റെ കൈക്കൊണ്ട് അഴിക്കേണ്ടി വരുമോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പ്രിയമുള്ളവരെ, നാളെയും ഇതുപോലൊരു വൈകുന്നേരം സമാപനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മളിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മളുടെ മയ്യത്ത് പൊതിയാനുള്ള കഫൻ പടവ ഇന്ന് ഈ സന്ദർഭത്തിൽ അവിടെയാണ്. കരയിലെ ഏതോ ഒരു ഫാക്ടറിയിൽ നിന്ന് തുണിയായി വന്ന് ഉപയോഗിക്കാനുള്ള സുഗന്ധദ്രവ്യങ്ങളടക്കം പാക്ക് ചെയ്ത് നമ്മളുടെ ദ്വീപിലെ ഏതെങ്കിലും ഓരോരുത്തൊരു കടയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതും നമ്മൾ അറിഞ്ഞിട്ടില്ല. മൈനറിയ തീമായി കൺതടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ടു നിലവിളിക്കുന്നതത്ഭുതമല്ലേ. ഇന്നിൻ്റെ മക്കൾ നാളെ യത്തീമുകളായി മാറുമ്പോൾ, ഇന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുന്ന ഭാര്യ നാളെ അതേ മയ്യത്തിൻ്റെ അരികിൽ സങ്കടപ്പെടുമ്പോൾ, ഇന്നവൻ്റെ മരണത്തോടുകൂടെ അവനെ യാത്രയാക്കിയ ഭാര്യയാണ് നാളെ ഇവന്റെ മരണത്തോടെ മറ്റൊരുത്തൻ്റെ മടിയറയിലെ മണവാട്ടിയായി മാറുമ്പോൾ അത് ലോകത്ത് നടക്കാനിരിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടേതെന്ന് നമ്മൾ അവകാശപ്പെടുന്നത് മുഴുവനും നമ്മുടേതല്ലാതായി തീരുന്ന വല്ലാത്തൊരു പ്രതിഭാസമാണ് മരണമെന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങൾ കേരളത്തിൽ നിന്ന് അഗത്തി വഴി ഇവിടെ കിൽത്താനിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഈ യാത്രയിലുടനീളം ഞങ്ങൾ അന്വേഷിക്കുന്ന ഞങ്ങളുടെ വീട്ടുകാർ ഒരുപക്ഷെ ഞങ്ങളുടെ ഫോണുകളിൽ വിളിച്ചാൽ ലഭ്യമല്ലെങ്കിൽ സ്വാഭാവികമായി ഞാനുമായി ബന്ധപ്പെട്ട ഒരാൾ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഷാഫി എവിടെയാണ് എന്നായിരിക്കും. ഈ യാത്രക്കിടയിലെങ്ങാനും അള്ളാഹു എനിക്കൊരു മരണം തന്നാൽ എൻ്റെ പേരിൻ്റെ ലേബിൾ പോലും മാറിപ്പോയില്ലേ? പിന്നെ വിളിക്കുന്നവർ മയ്യത്തെവിടെയാണ്, ഏത് ഹോസ്പിറ്റലിലാണ്, എപ്പോഴാ വരിക? ജീവിതത്തിൽ പിറന്നു വീണ കാലഘട്ടം മുതൽ വാപ്പ എന്നല്ലാതെ വിളിച്ചിട്ടില്ലാത്ത മകനെ പോലും മയ്യത്ത് നിന്ന് മാറ്റി വിളിക്കപ്പെടുന്ന വല്ലാത്തൊരു ദിവസമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലെ നമ്മുടെ ഭാര്യ പോലും പറയില്ല, ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് പണിത വീടല്ലേ, ഒരു 2 ആഴ്ച കൂടെ കിടന്നോട്ടെ. നേരത്തോട് നേരമെത്തിയിട്ടും ആരും മറവ് ചെയ്യണില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൂടെ വിവരമറിയിക്കും. അത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ, അത്രയേ ഉള്ളൂ. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഏതൊരു മണ്ണിൽ വെച്ചാണ് മരിക്കുക എന്ന് പറയാ ഒരു മനുഷ്യന് പോലും സാധ്യമല്ല.
അതുകൊണ്ടല്ലേ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഏതെങ്കിലും ഒരു മണ്ണിൽ വെച്ചാ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു കഴിയുമ്പോ യകൂനു ഫീഹാ ഹാജാ, ആ മണ്ണിൽ അല്ലാഹു അവന് വേണ്ടി ഒരു ആവശ്യത്തെ വെച്ച് കൊടുക്കുകയാണ്. ആ ആവശ്യത്തിലേക്ക് അവൻ കടന്നു വരുമ്പോ അതോടുകൂടെ അവന്റെ റൂഹിനെ കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയൂലേ, ഈ കിൽത്താനിന്റെ മണ്ണില്, അകത്തിയില്, കവരത്തിയില്, ആന്ധ്രോത്തിയില്, കടമത്തിലാവട്ടെ തരക്കേടില്ലാതെ ജീവിച്ചിരുന്ന മനുഷ്യനാ. പിന്നെ എന്തിനാണ് അവന് കരയിലേക്ക് പോകാൻ തോന്നിയത്? അറബ് രാജ്യത്തിന്റെ മണ്ണിലേക്ക് പോകാൻ തോന്നിയത്? അവിടെ പോയതും ഒരു ആക്സിഡന്റിലൂടെ ലോകത്തോട് വിട പറഞ്ഞില്ലേ എന്ന് പറയുന്നവരോട് ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാ അല്ലാഹു തീരുമാനിക്കുന്നത് മൈലുകൾക്കപ്പുറമുള്ള അറബ് രാജ്യത്തിന്റെ മണ്ണിലാണെങ്കിൽ ആ മണ്ണിൽ അല്ലാഹു അവന് വേണ്ടി ഒരു ആവശ്യത്തെ വെച്ച് കൊടുക്കുകയാണ്. അവിടേക്ക് അവൻ കടന്നു വരുമ്പോ അതോടുകൂടെ റൂഹിനെ കൊണ്ടുപോകുമെന്ന് അല്ലാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എപ്പോഴും മനസ്സുകളിലൂടെ ചിന്ത വേണ്ടത് അക്സിറു ദിക്റഹാ ബിമല്ലസാത്, സുഖഭോഗങ്ങളുടെ അന്ധകനായ മരണത്തിന്റെ ചിന്തകളെ നിങ്ങൾ അധികരിപ്പിക്കണേ. മരണത്തിന്റെ ചിന്തകളെ വേണേ ജീവിതങ്ങളിലോട്. പ്രിയമുള്ളവരെ, ഇന്നിന്റെ ഇശാണ് നമസ്കരിക്കുന്നതെങ്കിലോ ഒരുപക്ഷെ എന്റെ ജീവിതത്തിന്റെ അവസാന നമസ്കാരമാകാമല്ലാ, അടുത്ത സുബഹിന് ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ലോ എന്ന ചിന്തയോടുകൂടെയാ പ്രിയമുള്ളവരെ നമസ്കാരത്തിന് സമീപിക്കേണ്ടത് എന്നുള്ളതാണ്. ആ നിസ്കാരം എത്ര ഭക്തി നിർഭരമാണ് പ്രിയമുള്ളവരെ, ആ ജീവിതവും എത്ര സുന്ദരമാണ്. ഒരാളോടും അനീതിക്കില്ല, അക്രമത്തിനില്ല, തിന്മകൾക്കില്ല. എന്റെ മരണത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ജീവിതമാ. പ്രിയമുള്ളവരെ, ഇനി ഇവിടെ നിന്നങ്ങോട്ട് പറയുന്ന വിഷയമുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മരണമല്ല, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനമല്ല. ഈ ശബ്ദം ശ്രവിക്കുന്ന ഞാനെന്ന മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുമ്പോ എന്റെ അവസ്ഥയാണെന്തല്ലാ, എന്റെ സാഹചര്യം എന്താണ് റബ്ബേ? പ്രിയമുള്ളവരെ, 2024 നവംബർ 23 ഈ രാത്രി ഒരുപക്ഷെ എന്റെ ജീവിതത്തിന്റെ അവസാന രാത്രിയാണെങ്കിലോ എന്റെ അവസ്ഥ എന്താണ്? എന്റെ ഈമാനിന്റെ സാഹചര്യം എന്താ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കിൽത്താനിന്റെ സമ്മേളന നഗരിയിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ ഒരു പശ്ചാത്തപിക്കുന്ന മനസ്സോടുകൂടെ ഇല്ലാതെ വിട പറയുന്ന സാഹചര്യം ഉണ്ടാകല്ലേ. അങ്ങനത്തെ ഒരു സന്ദർഭം നമ്മളുടെ മനസ്സുകളിലൂടെ കടന്നു വരില്ലേ? പതിപോലെ ലോകത്തിന്റെ പ്രവാചകന്റെ ക്ലാസ് നടക്കുകയാണ്. സാധാരണ നടക്കാറുള്ള പോലെ മസ്ജിദുൻ നബവിയിലല്ല, പതിവിന് വിപരീതമായി ബഖീഇന്റെ ഖബർസ്ഥാനിലാണ് ഒരു സ്വഹാബിയുടെ ജനാസ മറമാടാൻ വേണ്ടി വന്നതാണ്. ഖബർ ശരിയായിട്ടില്ല. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് മാറിയിരിക്കുകയാണ്. തന്റെ കയ്യിലുള്ള കമ്പ് കൊണ്ട് പ്രവാചകൻ നിലത്തിങ്ങനെ വരക്കുന്നുണ്ട്. അള്ളാന്റെ ഹബീബിന് എന്തോ ഒന്ന് പറയാനുണ്ടെന്ന് മനസ്സിലാക്കിയ സഹാബ റസൂലുള്ളാഹിന്റെ ചുറ്റുമായി വന്നിരിക്കുകയാണ്. അവര് പറയുന്നുണ്ട്, ഞങ്ങളുടെ തലകളിലെങ്ങാനും ഒരു പക്ഷി വന്നിരുന്ന അത് പറന്നു പോകാതിരിക്കാൻ എത്രമാത്രം ശ്രദ്ധയോടെ ഞങ്ങൾ വീക്ഷിക്കുമോ, അതുപോലെ അള്ളാന്റെ ഹബീബിലേക്ക് ഞങ്ങൾ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. മുത്തുനബി പറയാനുള്ളത് മരണമാണ്, മരണത്തിന്റെ രംഗമാ. പ്രിയമുള്ളവരെ, ആലോചിക്കണോ, ഏതോ ഒരു പ്രത്യേകമായ ദിശയിലൂടെ കണ്ണു നട്ടോ കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് പോലോ സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കാൻ കഴിയാതെ നിസ്സഹായനായി കാത്തുകെട്ടിക്കിടക്കുന്ന നിമിഷമില്ലയോ?
പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിലാണ് കിടക്കുന്നത്, പ്രിയപ്പെട്ട പൊന്നുമ്മാന്റെ മടിത്തട്ടിലാണ് കിടക്കുന്നത് എങ്കിലോ, പൊന്നുമക്കളാണ് ചുണ്ടിലേക്ക് വെള്ളം തൊട്ട് തരുന്നത് എങ്കിലോ, അവരാരും അറിയാതെ നമ്മൾ മാത്രം അറിയുന്ന റബ്ബിന്റെ മലായിക്കത്തുകളെ നേർക്കുനേരെ കാണുന്ന വിശുദ്ധ ഖുർആന് പറഞ്ഞതുപോലെ കണ്ണിന്റെ മറ പോലും ഇതാ അല്ലാഹു മാറ്റിക്കളയുന്ന നിമിഷമില്ലയോ? പ്രിയമുള്ളവരെ, നമ്മുടെ മരണമാണെന്ന് കരുതാ, ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ്. അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെ പിൻബലങ്ങളുമില്ലാതെ അവനവൻ ഒറ്റക്കായി അനുഭവിക്കേണ്ടി വരുന്ന രംഗമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സഹാബ, ഒരു സത്യവിശ്വാസിയുടെ റൂഹിന് എങ്ങനെയാണ് റബ്ബിന്റെ മലായിക്കത്തുകൾ കൊണ്ടുപോവുക എന്നറിയുമോ? അവിടെ കടന്നു വരുന്ന മലായിക്കത്തിന്റെ പോലും പ്രത്യേകത, നല്ല പ്രശോഭിതരായ മുഖത്തിന്റെ ഉടമകളായവർ കടന്നു വരുന്നുണ്ട്. അവരുടെ കൈകളിലുള്ളത് സ്വർഗീയമായ സുഗന്ധമാണ്, സ്വർഗീയമായ പരിമളങ്ങളാണ്. സമാധാനമടങ്ങുന്ന ആത്മാവേ എന്ന് അഭിസംബോധനം ചെയ്തവരുടെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഒരു കൂജയിൽ നിന്ന് വെള്ളമെടുക്കുമ്പോ അതിന്റെ ദ്വാരത്തിലൂടെ എത്ര ലോലമായി ലളിതമായി വെള്ളമൊഴുകുന്നുവോ അത്രയും ലളിതമായി കൊണ്ടാ കണ്ണത്ത ആ ദൂരത്തിലൂടെ മലായിക്കത്തുകൾ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുമ്പോ, മലക്കുൽ മൗത്ത് തലഭാഗത്ത് വന്നിരിക്കുമ്പോ സന്തോഷത്തോടെ റൂഹിനെ പിടിച്ചെടുക്കുന്നുവെങ്കിലോ അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. പ്രിയമുള്ളവര്, എന്നാൽ നരകാവകാശികളായ മനുഷ്യരാണെങ്കിലോ അവരുടെ റൂഹ് പിടിക്കാനായി കടന്നു വരുന്ന മലായിക്കത്തിന്റെ പ്രത്യേകത, കണ്ടാൽ തന്നെ പേടി തോന്നുന്ന കറുത്തിരുണ്ട മുഖത്തിന്റെ ഉടമകളായി കടന്നു വരികയാ. മലക്കുൽ മൗത്ത് ആ മനുഷ്യനെ വലയം ചെയ്യുകയാണ്. മലായിക്കത്തുകളോ മലക്കുൽ മൗത്ത് തലഭാഗത്ത് വന്നിരിക്കുന്നുണ്ട്. റൂഹ് പിടിക്കാനായി ഒരുങ്ങുമ്പോ ഒരു കുറ്റവാളി വീടിന്റെ അകത്തളങ്ങളിലൂടെ ഒളിക്കുന്നത് പോലെ റൂഹ് ശരീരത്തിലൂടെ ഒളിക്കുകയാ. അവരുടെ റൂഹ് പിടിച്ചു പറിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അതല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ പോലും പറഞ്ഞത്, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ അമറാത്തിൽ മൗത്ത്. അക്രമികളായ ആളുകളുടെ മരണത്തിന്റെ രംഗമൊന്ന് കാണേണ്ടത് തന്നെയാണ്. വൽ മലായികത്തു ബാസിതു ഐദീഹിം. മലക്കുകൾ അവരുടെ കരങ്ങളെ നീട്ടുകയാണ്, ആ മനുഷ്യനെ അടിക്കുകയാ. പ്രിയമുള്ളവര്, ഈ ഹദീസിലൂടെ ലോകത്തിന്റെ പ്രവാചകൻ പറയുന്നത്, ആ മനുഷ്യന്റെ റൂഹിനെ പിടിച്ചെടുക്കുന്നതായ അവസ്ഥ എങ്ങനെയാണെന്നറിയുമോ? നനഞ്ഞതായ പഞ്ഞിക്കെട്ടിൽ കുടുങ്ങിയതായ ഇരുമ്പിന്റെ കൊളുത്തിനെ പിടിച്ചു പറിക്കുന്ന ഗൗരവത്തോടുകൂടെ അവന്റെ റൂഹിനെ പിടിച്ചു പറിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വേദന സഹിക്കാൻ കഴിയൂല, ആ വേദന സഹിക്കാൻ കഴിയൂല. അല്ലാഹുവിന്റെ ഖുർആൻ പോലും പറഞ്ഞില്ലയോ, കല്ലാ ഇദാ ബലഅതി തറാഖിയ വഖീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. كلا വേണ്ടടോ, ഇദാ ബലഅതി തറാഖിയ, റൂഹ് വന്ന് തൊണ്ടക്കൊടിയിലൂടെ കുരുങ്ങുമ്പോ
ദുനിയാവിനോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. ഇനി തിരിച്ചൊരു മടക്കമില്ല ദുനിയാവിലേക്ക്. എല്ലാ സമ്പത്തുകളോട്, ഉറ്റവരോട്, ഉടയവരോട് വിട പറയുന്ന നിമിഷമാ. ശബ്ദം അവന്റെ കണ്ടനാടിയിലൂടെ കുരുങ്ങുമ്പോ, പ്രിയമുള്ളവര്, റൂഹ് വന്ന് തൊണ്ടക്കുടിയിലൂടെ കുരുങ്ങുമ്പോ, വക്കീലമൻ റാഖ്, ഇനി വൈദ്യം നടത്താനാരുണ്ടോ? ഇനി ചികിത്സ നടത്താനാരുണ്ടോ? അറ്റകൈ പ്രയോഗിക്കാൻ ഇനി ആരുണ്ടോ? എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാ. വൈദ്യശാസ്ത്രത്തിന്റെ ഉന്നതമായ അകമ്പടികളിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കുമോ എന്ന വേദനയോടെ കാത്തിരിക്കുന്ന നിമിഷമാണെങ്കിലോ, അവരുടെ വേർപാടിന്റെ സമയമാണെന്നവരെ മനസ്സിലാക്കുമ്പോ, ഇല്ല ഇനിയൊരു തിരിച്ചുമടക്കമില്ല ദുനിയാവിലേക്കെന്നറിയുമ്പോ, അവരുടെ കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുകയാണ്. വേദന സഹിക്കാൻ കഴിയണില്ല. കഠിനമായ വേദന കടിച്ചമർത്താൻ സാധ്യമല്ല. കണങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുകയാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയിക്കപ്പെടുന്നത് എന്ന അല്ലാഹുവിലേക്ക് മടങ്ങുന്ന രംഗമാണ്. പ്രിയമുള്ളവരെ, കഠിനമാണ് മരണത്തിന്റെ വേദന. മരണത്തിന്റെ വേദന ഇന്നതാണ് എന്ന് ഖുർആനിന്റെ ആയത്തുകളിലൂടെ കാണാൻ സാധ്യമല്ല, ഹദീസുകളിലൂടെ കാണാൻ സാധ്യമല്ല. പക്ഷേ പണ്ഡിത ലോകം പറയാണ്, പച്ചയായ ശരീരങ്ങളിലൂടെ ആയിരം വരുന്ന കത്രികകളെ കൊണ്ട് വെട്ടിമുറിക്കുന്നതിനേക്കാളും വേദനയാ, വെട്ടിമുറിക്കുന്നതിനേക്കാളും വേദനയാ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണത്തിന്റെ രംഗത്തിലൂടെ അദ്ദേഹത്തിന്റെ മകൻ തന്നെ ചോദിക്കുന്നു, വാപ്പാ, നിങ്ങളല്ലേ പറയാറുള്ളത് ഒരാളുടെ മരണത്തിന്റെ രംഗമൊന്ന് വിശദീകരിച്ചു തരാൻ തന്റെ ഇടമുള്ള ഒരാളെ കണ്ടിരുന്നെങ്കിലെന്ന്. ഇപ്പൊ അങ്ങ് സക്കറാത്തിന്റെ അവസ്ഥയിലാണല്ലോ വാപ്പാ, ഒന്ന് വിശദീകരിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മോനെ, ഒരു മൂലയിലൂടെ ചുരുട്ടിക്കൂട്ടിയതുപോലെ കാൽപാദത്തിനടിയിലൂടെ മുള്ളിന്റെ കൊളുത്തുകൾ കൊണ്ടുവന്നിട്ട് തലച്ചോറ് വരെ കൊളുത്തി വലിക്കുന്ന രീതികളിലോ അസഹനീയമായ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് മോനെ. തുന്നുന്ന സൂചിയുടെ ദ്വാരത്തിലൂടെ ശ്വാസമെടുക്കുന്നതിനേക്കാളും പ്രയാസമാ. അത്ര വേദനയുണ്ട് പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭമില്ലയോ? നമ്മളുടെ നാട്ടിലെ അറബി ഖുത്ബയോതുന്ന, നബാത്തിയ ഖുത്ബയോതുന്ന മിമ്പറുകളിലോ റബീഉൽ അവ്വൽ മാസത്തിലെ ജനങ്ങളെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കണമെന്നല്ല, അല്ലാഹുവിന്റെ ഹബീബ് വിട പറഞ്ഞ മാസമാണെന്ന് പറയുന്ന ഹബീബിന്റെ വഫാത്തിന്റെ രംഗമില്ലയോ? അനുഭവിച്ചു പോയ വേദന. പ്രവാചകന്റെ കൈകാലുകൾ ഇങ്ങനെ നീട്ടുന്നുണ്ട്, മടക്കുന്നുണ്ട്. തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിലൂടെ കൈമുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോ മുച്ചുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, വേദനിക്കുന്നോ നബിയേ? വാ കർബാബാ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്. കരയല്ലേ മോളെ ഫാത്തിമ, ഇന്നത്തെ കഴിഞ്ഞാല് വാപ്പാക്ക് വേദനയില്ല മോളെ.
ആ റസൂലുള്ളാഹിന്റെ വേദനയുടെ രംഗം കണ്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, നബിയേ വേദനിക്കുന്നോ റസൂലേ? ആയിഷ, ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ. അലമുത്വഅമുല്ലദീ അകൽതു ഫീ ഖൈബറ, പണ്ട് ഖൈബറിന്റെ മണ്ണില് ജൂതശ്രീ തന്ന വിഷത്തിന്റെ ഭക്ഷണമില്ലയോ, അതിന്റെ വേദന പോലും ഇപ്പൊ ഞാൻ അറിയുന്നുണ്ട് ആയിഷ. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാ. മരണത്തിന് അസഹനീയമായ വേദനയുണ്ട് ആയിഷ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ആയിഷ. പ്രിയമുള്ളവരെ, മരണത്തിന്റെ വേദന സത്യമാ. പിന്നെ വിശ്വാസികൾക്കുള്ള സമാധാനം എന്താണെന്നറിയുമോ? മുത്തുനബി പറഞ്ഞില്ലയോ, ഇന്നത്തെ കഴിഞ്ഞാല് വേദനയില്ല മോളെ ഫാത്തിമ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെ സങ്കടപ്പെടുമ്പോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോ ബിലാല് പറയുന്നുണ്ട്, വാ ഫർഹ, എന്റെ ആനന്ദമേ, എന്റെ സന്തോഷമേ, ഹബീബി മുഹമ്മദ, നാളെ എനിക്ക് എന്റെ പ്രവാചകനെ കാണാലോ എന്ന സന്തോഷമാണ് വിശ്വാസികൾക്കുള്ള സമാധാനമെങ്കിലോ പ്രിയമുള്ളവരെ, ജീവിതങ്ങളിലൂടെ ഒറ്റപ്പെടുകയാ, റൂഹ് ശരീരത്തോട് വിട പറയുന്ന രംഗമാണെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ, ആ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങേണ്ടി വരുന്ന യാഥാർത്ഥ്യമില്ലയോ? ഇതുവരെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ നമ്മളെ തിരിച്ചറിയാത്ത ദിവസമില്ലയോ? 24 മണിക്കൂർ എന്ന പോലെ കൂടെ കൊണ്ടു നടന്ന മൊബൈൽ ഫോണുകളെ ബൈൻഡ് ചെയ്യാത്ത ദിവസമില്ലയോ? കണ്ണീരാൽ കുതിർന്നു പോകുന്ന ദിവസമില്ലയോ? പൊന്നുമ്മാന്റെ തട്ടം വിയോഗത്തിന്റെ കണ്ണുനീരാൽ കുതിർന്നു പോവുകയാ. പ്രിയപ്പെട്ട ഭാര്യ സങ്കടപ്പെടുകയാ. പ്രിയമുള്ളവരെ, അവള് ചോദിക്കുന്നുണ്ട്, എനിക്കിനി ആരാ? എന്റെ പെങ്ങള്, നിനക്ക് നിന്റെ ബാപ്പയുണ്ട്, സഹോദരന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ടെങ്കിൽ ആ പോകുന്ന മനുഷ്യനീ ആരാ? വീട്ടിൽ നിന്നിങ്ങനെ മയ്യത്തറക്കാൻ നിൽക്കുന്ന സന്ദർഭമില്ലയോ? നമ്മളുടെ വീടുകളോട് യാത്ര പറയുകയാണ്, കുടുംബത്തോട് യാത്ര പറയുകയാണ്. ഇനി ഒരു മടക്കമില്ല. പ്രിയമുള്ളവരെ, ആ വീട്ടിലേക്ക്, എന്റെ നാട്ടിൽ ഞാനൊരു സംഭവമാണെന്ന് പറയുന്നവരുണ്ടെങ്കിലോ, എന്റെ നാട്ടുകാർക്ക് ഞാൻ ആരൊക്കെയോ ആണ് എന്ന് പറയുന്നവരുണ്ടെങ്കിലോ, ഓരോ ആളുകളും വന്ന് ജനാസയുടെ മുഖം നോക്കുമ്പോ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ഉടനെ മറുപടി വരും, ആരുമില്ല. എങ്കിലെടുക്കല്ലേ, പോയിട്ട് വേറെ തിരക്കുകളുണ്ടെന്ന് പറയുന്ന ആളുകളോ? പ്രിയമുള്ളവരെ, ഖബർസ്ഥാനിലൂടെ മയ്യത്തിറക്കി വെച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലയോ, ഇസ്തഗ്ഫിറൂ ലിഅഖീകും വസലൂ ലഹു തസ്ബീത്, നിങ്ങളുടെ സഹോദരന് നിങ്ങൾ പൊറുക്കലിനെ തേടിക്കോ. ഖബറിലൂടെ സ്ഥൈര്യം നൽകാൻ അല്ലാഹുവോട് നിങ്ങൾ ദുആ ചെയ്യണേ. അതിന് ഇന്ന രൂപങ്ങളെന്ന് പറഞ്ഞിട്ടില്ല, ഇഷ്ടമുള്ള പദങ്ങളാവാ. പല ആളുകളും അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് എന്നിങ്ങനെ ചൊല്ലുമ്പോ കണ്ണുകൾ ഇങ്ങനെ വട്ടമിടുകയാണ്. ആരാണ് ആദ്യം നിർത്തുന്നത് എന്നറിയാൻ. നിർത്തിയാൽ പോകാമായിരുന്നു, തിരക്കുണ്ട് ജീവിതങ്ങളിലൂടെ. പ്രിയമുള്ളവര്, 2100 മനസ്സിലൊന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? നമുക്ക് 2100 സങ്കല്പിക്കാൻ പറ്റുമോ? നമ്മൾ എവിടെയാണ്? അല്ലാഹുവേ, നിന്റെ ബർസഖിലായിരിക്കാം. അല്ലാഹ്, ബർസഖിലായിരിക്കാം റബ്ബേ. അറിയില്ല
മോഹിച്ചു പണിത വീടുകൾ തകർക്കപ്പെട്ടു കഴിഞ്ഞു. കുറച്ചു നാള് ഓർത്ത് നമ്മളെ കുടുംബക്കാര് പോലും മറന്നു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ബാപ്പാന്റെ നമുക്ക് ഓർമ്മയില്ലെങ്കിലോ നമ്മളുടെ പേരും അഡ്രസ് നീങ്ങിക്കഴിഞ്ഞു. ഒരാളും നമ്മളെ ഓർക്കുന്നില്ല. പ്രിയമുള്ളവര്, അത്രയുള്ളൂ മനുഷ്യന്റെ ആയുസ് എന്നുണ്ടെങ്കിൽ എല്ലാം വിട പറഞ്ഞ് യാത്ര പോവുകയാണ്, വീടിനോട് യാത്ര പറയുകയാ. ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ്. കളവ് പറയാത്ത ലോകത്തിന്റെ മുത്ത് പറയാണ്. പുരുഷന്മാർ അവരുടെ ഷോൾഡറിലേക്ക് മയ്യത്തെടുത്ത് വെക്കുമ്പോ ഇതാ കാനത്ത് സ്വാലിഹ, അത് സ്വാലിഹായ മയ്യത്താണെങ്കിൽ അതിങ്ങനെ പറയുന്നുണ്ട്, ഖദ്ദിമോനി ഖദ്ദിമോനി, എന്നെ നിങ്ങളെ വേഗത്തിലൂടെ കൊണ്ടുപോകണേ, എന്നെ നിങ്ങളെ വേഗത്തിലൂടെ കൊണ്ടുപോകണേ. അത് സ്വർഗാവകാശിയായ മയ്യത്തല്ല എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവർ അതിങ്ങനെ കരയുന്നുണ്ട്. യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, ഇതിന്റെ നാശമേ, ഇതിന്റെ നാശമേ, എങ്ങോട്ടാ നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് വിലപിക്കുമ്പോ വാപ്പാന്റെ മയ്യത്ത് ഷോൾഡറിലേറ്റിയ പൊന്നുമക്കളുണ്ടോ? വാപ്പാന്റെ നിലവിളി കേൾക്കാൻ സാധ്യമല്ല. കരയണ്ട വാപ്പാ, ഞാനില്ല കൂടെ എന്ന് പറയാൻ പോലും സാധ്യമല്ല. ഒറ്റപ്പെടുന്ന സാഹചര്യമാ. പ്രിയമുള്ളവരെ, കൊണ്ടുപോയി ഖബർസ്ഥാനിലൂടെ ഇറക്കി വെക്കുമ്പോ ജീവിതത്തിലൂടെ കളവ് പറയാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും നമ്മളോട് പറഞ്ഞു, ലമ്മത്തുൽ ഖബർ സത്യമാ. ഖബർ വല്ലാതെ മനുഷ്യനെ ഇടുക്കിക്കളയുന്നതാണ്. ഒരാൾ പോലും അതിൽ നിന്ന് രക്ഷപ്പെടൂല. ഒരു കുട്ടി പോലും അതിൽ നിന്ന് രക്ഷപ്പെടൂല. എത്രത്തോളം പറഞ്ഞു എന്നറിയുമോ? ആരെങ്കിലും ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു. ആരാണ് സഅദ് ബിൻ മുആദ് എന്നറിയുമോ? ബദറിലും ഉഹദിലും ഖന്തഖ് യുദ്ധത്തിലും പങ്കെടുത്ത സഹാബിയ. ഇബ്നു അറഖ് എന്ന് പറയുന്ന മനുഷ്യന് ഖന്തഖ് യുദ്ധത്തിൽ ചെയ്ത അമ്പിന്റെ മുറിവ് കാരണത്താലാണ് ലോകത്തോട് പിന്നീട് മസ്ജിദുൻ നബിയുടെ ഓരത്തിലൂടെ ടെന്റ് കെട്ടി പരിചരിച്ചിരുന്ന അദ്ദേഹം ഒരു ദിവസം അസ്ർ നമസ്കാരം കഴിഞ്ഞ് ലോകത്തിന്റെ പ്രവാചകൻ ഇറങ്ങി വരുമ്പോ ഒരാട് ചാടി ആടിന്റെ കുളമ്പ് തന്റെ മുറിവിൽ തട്ടി രക്തം വാർന്നു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ഇഹ്തസ്സൽ അർശു, അല്ലാഹുവിന്റെ അർശ് പോലും കിടുങ്ങിയിട്ടുണ്ടോ? റഹ്മത്തിന്റെ മലക്കുകൾ സഫ് സഫായി കാത്തു നിന്നത് സഅദ് ബിൻ മുആദിന്റെ റൂഹിനെ കൊണ്ടുപോകാനാണെങ്കിലോ അങ്ങനെയുള്ള സഅദ് ബിൻ മുആദിന്റെ ജനാസ ഖബറിലൂടെ ഇറക്കി വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖബർ വല്ലാതെ ഇടുക്കിക്കളഞ്ഞു എന്നാ. ഒരു കുട്ടി പോലും അതിൽ നിന്ന് രക്ഷപ്പെടൂല. പ്രിയമുള്ളവര്, പൊന്നുമ്മാന്റെ മയ്യത്ത് ഖബറിലൂടെ ഇറക്കി വെക്കുമ്പോ ഖബറിനോട് പറയാൻ പറ്റോ? ഖബറ് എന്റെ ഉമ്മാന്റെ മയ്യത്താണ്, ഖബറ് ഇടുക്കല്ലേ ഖബറേന്ന് പറയാൻ സാധ്യമല്ല. എന്തിനേറെ ഇന്നലെ വരെ വീടിന്റെ മുറ്റത്ത് ഓടി നടന്ന് കളിച്ചിരുന്ന 3-4 വയസ്സായ പിഞ്ചോമന മക്കളില്ലയോ? വടിയെടുക്കുമ്പോ കരഞ്ഞിരുന്ന പൊന്നുമോന അവന്റെ ജനാദ ഖബറിലൂടെ ഇറക്കി വെക്കുമ്പോ ഖബറിനോട് പറയാൻ പറ്റോ? ഖബറ്
എന്റെ പൊന്നുമോന്റെ മയ്യത്താണ് ഖബറ്. ഇടുക്കല്ലേ ഖബറേന്ന് പറയാൻ സാധ്യമല്ല, അതറിയാനും സാധ്യമല്ല. പൂർണ്ണമായി ഒറ്റപ്പെടുന്ന സന്ദർഭമാണെങ്കിലോ പ്രിയമുള്ളവർ ഓർക്കുന്നുണ്ടോ? നടന്നു നീങ്ങുന്ന ജനസഞ്ചാരത്തിലോ അങ്ങേ തലക്കലാടിയൊലിയുന്ന മയ്യത്ത് കട്ടിലില്ലല്ലോ. എന്റെ മയ്യത്താണെങ്കിലോ റബ്ബേ, എന്റെ മയ്യത്താണെങ്കിലോ അല്ലാ, നാളെ ഇവിടെ ഹുസൈൻ സലഫിയുടെ സമാപനം നടക്കുമ്പോ ഞാൻ അല്ലാഹുവേ ഖബർസ്ഥാനിന്റെ 6 അടി മണ്ണിന്റെ അന്ധകാരങ്ങളിലോ കഴിയുന്നവനാണെങ്കിലോ അല്ലാ, ചിന്തിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവര്? ജീവിതത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെടുന്ന സാഹചര്യമാണ്. ആരുണ്ടാവില്ല. നിങ്ങൾക്കറിയോ, ആ മറമാടി ആളുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പിരിഞ്ഞു പോകുമ്പോ നമ്മളവിടെ ഒറ്റക്കാണ് അല്ലേ? ഇരുട്ടറയാകുന്ന ഖബറിലെ മേടക്ക് പകരം മളമാ സുബ്ഹാനാ റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് സമാന. ചിതലും പൊഴുക്കൽ തവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ വീടുകൾക്ക് പകരമുള്ളത് 6 അടി മണ്ണാ. റബ്ബി, അതിൽ കിടക്കേണ്ടതാണ് സമാന. ഒരുപാട് കാലം കഴിയേണ്ടത് ആ ഒരു 6 അടി മണ്ണിലാ. പ്രിയമുള്ളവര്, ശരീരത്തിലൂടെ ചിതലും പുഴുക്കളും ഇങ്ങനെ അരിഞ്ഞു നീങ്ങുകയാണ്. ഈ ശരീരം ഇങ്ങനെ നശിക്കുകയാ. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട്. സുഹൃത്തുക്കളെ, നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട്. നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ടേ. വെറും 3 ദിവസം കൊണ്ട് കണ്ണെല്ലാം അഴുകുന്നതാണ്. ആരെങ്കിലും കണ്ടാൽ പേടിച്ചോടി പോകുന്നതാണെങ്കിലോ പ്രിയമുള്ളവരെ, 4ാമത്തെ ദിവസം ഇങ്ങനെ കടന്നു വരുമ്പോ തൊണ്ടക്കുഴി മുതൽ അടിവയറ് വരെ പൊട്ടിയൊലിക്കുന്ന സാഹചര്യമാണെങ്കിലോ, ഏതൊരു കാര്യത്തിനാണോ മനുഷ്യൻ ഈ ഭൂമിക്ക് പുറത്ത് തിന്മ ചെയ്തത് എങ്കിലോ, അവന്റെ കണ്ണിന് കണ്ടാസ്വദിക്കാനാണെങ്കിലോ, അവന്റെ വയറിൽ നിറച്ചു വെക്കാനാണെങ്കിലോ, അവന്റെ ലൈംഗികമായ തിന്മകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലോ, ഇത് 3ഉം ഖബറുകളിലൂടെ പെട്ടെന്ന് തീരുകയാ. ഇതൊക്കെ ശാരീരികമായ നാശമാണെങ്കിലോ പ്രിയമുള്ളവരെ, ഒറ്റപ്പെടുന്ന ഖബറില്ലയോ? ഓരോ പലക വെക്കും തോറും, സ്ലാബ് വെക്കും തോറും ഇരുട്ട് വീഴുന്ന ഖബറിലോ അവസാനത്തെ മൂടുകല്ലുകൂടെ വെക്കുന്നതോടുകൂടെ കൂരിരുട്ടായി മാറുമ്പോ അതിന്റെ പഴുതുകളിലൂടെ പ്രകാശം വരുന്നവോ അവിടെ പോലെ മണ്ണ് വെച്ചടച്ചുകൊണ്ട് മനുഷ്യരെല്ലാം വിട പറയുമ്പോ വിട പറയുന്ന ആളുകളുടെ ചെരുപ്പിന്റെ വാറടികളുടെ ശബ്ദമില്ലയോ അല്ലാഹു കേൾപ്പിച്ചു കൊടുക്കുകയാ. എന്നെ ഒറ്റക്കാക്കി എല്ലാവരും ഇങ്ങനെ വിട പറയുകയാണ്. പ്രിയമുള്ളവരെ, പൊന്നുമോളും ഖബറിലൊറ്റക്കാ. ഞാനെന്ന് പറയുന്ന ശരീരം ഖബറിലൂടെ ഒറ്റക്കായി കഴിയേണ്ടി വരുന്ന ദിവസമില്ലയോ? മുലപ്പാലിന്റെ നറുമണം ചുണ്ടിൽ നിന്ന് മാറിയിട്ടില്ലാത്ത ഇളം പൈതലിന്റെ മയ്യത്ത് ഖബറിൽ വെച്ചാലും എന്റെ പ്രിയമുള്ളവരെ, ഒരാളും കൂട്ടിന് കിടക്കണില്ല. യാത്ര പറഞ്ഞ് പോരൂലേ മക്കളോട്, യാത്ര പറഞ്ഞ് വരൂലേ ഭാര്യയോട്? പ്രിയമുള്ളവരെ, ആ ഖബറിലൂടെ ഒറ്റക്കായി കഴിയേണ്ടി വരുമ്പോ
ഖബറിലൂടെ മലായിക്കത്തിന്റെ ചോദ്യങ്ങൾ വരുമ്പോ ഉത്തരം പറയാൻ കഴിയണ്ടേ? ആരാണ് റബ്ബെന്ന് ചോദിക്കുമ്പോ അത് അല്ലാഹുവാണെന്ന് മറുപടി പറയണോ? അല്ലാഹന്റെ വഹ്ദാനിയത്തിനെ മുറുകെ പിടിക്കണോ? റബ്ബിനോട് മാത്രമുള്ള ആരാധന വേണോ? കിൽത്താനുകാരേ, ദ്വീപിന്റെ പൊന്നാനി എന്നറിയപ്പെടുന്ന കിൽത്താനിന്റെ മണ്ണിലോ ഫിത്തനയുണ്ടാക്കാൻ വന്നവരാണെന്ന് സംയുക്ത കാളിമാരാര് തന്നെ പറഞ്ഞാലോ ഒരു ലാഭേച്ഛയില്ലാതെ ഈ മണ്ണിലൂടെ വരുന്നത് എന്തിനാണെന്നറിയുമോ? ആ ഖബറിലൂടെ രക്ഷപ്പെടാനാ, അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതങ്ങളെ രക്ഷപ്പെടുത്താനാ. ദീനേതാണെന്ന് ചോദിക്കുമ്പോ ഇസ്ലാം എന്ന് മറുപടി പറയണോ? ഇസ്ലാം ജീവിതത്തിലുണ്ടാകണേ. ഇൽമെന്താണെന്ന് ചോദിക്കുമ്പോ ഖറഅതു കിതാബല്ലാഹ്, അല്ലാഹുവേ നിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചവനാണ്, വിശ്വസിച്ചവനാണ്, സത്യപ്പെടുത്തിയവനാണ് എന്ന മറുപടി പറയാ. ജീവിതത്തിൽ ഖുർആൻ ഉണ്ടാകണേ. ലോകത്തിന്റെ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ കാണിച്ചു തരുമ്പോ ഇതെന്റെ നബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മറുപടി പറയാ. ആ റസൂലുള്ളാഹിന്റെ ചര്യയുണ്ടാകണേ. വിദഅത്തുകളോട് വിട പറയുന്ന സാഹചര്യമുണ്ടാകാ. കൃത്യമായ ഉത്തരമുണ്ടോ? ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന മലക്കുകൾ പറയുകയാണ്, അൽബിസൂഹു ബിൽ ജന്നാ, സ്വർഗത്തിന്റെ വസ്ത്രം നിങ്ങൾ ധരിപ്പിച്ചോ. അഫ്രിഷൂഹു ബിൽ ജന്നാ, സ്വർഗത്തിന്റെ വിരിപ്പിനെ നിങ്ങൾ കൊടുത്തോ. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്നാ, സ്വർഗത്തിലേക്കുള്ള കവാടം നിങ്ങൾ തുറന്നിട്ട് കൊടുത്തോ. എല്ലാവിധമായ സ്വർഗീയമായ അനുഭൂതികൾ ലഭിക്കുമ്പോ, പ്രിയമുള്ളവരെ, ഖബർ വിശാലമാക്കുമ്പോ, ഖബർ പ്രകാശപൂരിതമാക്കുമ്പോ, ദുനിയാവിലൂടെ ചെയ്ത സൽക്കർമ്മങ്ങൾ ഒരു കൂട്ടുകാരനായി സുന്ദര മുഖത്തിന്റെ ഉടമയായി ഖബറിലൂടെ കടന്നു വരുമ്പോ ഈ മനുഷ്യന് അല്ലാഹുവോട് പറയുന്ന വാക്കെന്താണെന്നറിയുമോ? റബ്ബി അജ്ലിൽ ഖിയാമാ, ഖിയാമത്ത് നാളൊന്ന് വേഗം തരണേ അല്ലാഹ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ അറിയോല എന്ന് വിലപിക്കുന്നവരോട് ഇരുമ്പിന്റെ ചുറ്റിക പോലുള്ള ആയുധം കൊണ്ട് അവരുടെ രണ്ട് കാതുകൾക്കും മധ്യത്തിലൂടെ അടിക്കുകയാ. അവർ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നുണ്ട്. പൊന്തി വരുമ്പോ വീണ്ടും അവർക്ക് പ്രഹരമാ. ആ ആയുധത്തിന്റെ കനമറിയുമോ നിങ്ങൾക്ക്? അതുകൊണ്ടൊരു പർവ്വതത്തിന്റെ ശിഖരത്തിലാണ് അടിക്കുന്നത് എങ്കിൽ ആ പർവ്വതം പോലും പരിപൂർണമായി മണ്ണായി പോകുമാറോ കനമുള്ള ആയുധമാ, കനമുള്ള ആയുധമാ. ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന മലായിക്കത്തുകൾ പറയുന്നുണ്ട്, അൽബിസൂഹു ബിന്നാർ, അഫ്രിഷൂഹു ബിന്നാർ, നരകത്തിന്റെ വസ്ത്രം നിങ്ങൾ കൊടുത്തോ, നരകത്തിന്റെ വിരിപ്പിനെ നിങ്ങൾ കൊടുത്തോ. വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ, നരകത്തിന്റെ കമാനം ഇവരുടെ ഖബറിലേക്ക് നിങ്ങൾ തുറന്നിട്ട് കൊടുത്തോ. പ്രിയമുള്ളവരെ, ഖബറിനെ കുറ്റാക്കൂരിരുട്ടായി മാറ്റുകയാ, ഖബറിനെ വല്ലാതെ ഇടുക്കുകയാണ്. ദുർഗന്ധം വമിക്കുന്ന പേടിപ്പെടുത്തുന്ന രൂപം അവന്റെ ഖബറിലേക്ക് കടന്നു വരുമ്പോ ഭയവിഹ്വലനായി മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, മന്നന്ത, നീ ആരാണ്? അമലുക്കൽ ഖബായിസ്, നീ ചെയ്ത നീചമായ പ്രവർത്തനങ്ങളാ, നന്മയിൽ നിന്ന് കുതറിമാറി നീ ചെയ്ത തിന്മകളാ. പ്രിയമുള്ളവരെ, നരകത്തിന്റെ കമാനങ്ങൾ ഖബറിലേക്ക് തുറന്നിട്ട് കൊടുക്കുമ്പോ ഹാദാ മഖഅദിക ലക ഹത്താ യബ്അസക അല്ലാഹ്,
അള്ളാഹു പുനർജന്മം നൽകുന്നത് വരെയുമുള്ള നിന്റെ ഇരിപ്പിടമാണ്, സങ്കേതമാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ മനുഷ്യൻ കരഞ്ഞിട്ട് റബ്ബിനോട് പറയുന്ന വാക്കെന്താണെന്നറിയുമോ? റബ്ബി ലാ തുഖ്മിസ്സാ, റബ്ബി ലാ തുഖ്മിസ്സാ, ഖിയാമത്ത് നാൾ വരല്ല അല്ലാഹ്, ഖിയാമത്ത് നാൾ സംഭവിക്കല്ല അല്ലാഹ് എന്ന് മനുഷ്യൻ അല്ലാഹുവോട് കെഞ്ചി പറയുന്ന സാഹചര്യമാണെങ്കിലോ പ്രിയമുള്ളവരോ, ഈ സമ്മേളനത്തിന്റെ രണ്ടാമത്തെ ദിവസത്തിലോ ഇത് നിങ്ങളുടെ മനസ്സിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയുമോ? ഈ സമയം നമ്മളുടേതാണ്, അടുത്ത സെക്കൻഡ് അല്ലാഹുവിന്റെ കയ്യിലാണെങ്കിലോ ഒരു ആത്മപരിശോധനക്ക് തയ്യാറാവാ. നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഈ നിമിഷം നമ്മളുടെ കയ്യിലാണ്, അടുത്ത സെക്കൻഡ് പറയാൻ നമുക്ക് കഴിയില്ല. 60 കൊല്ലം ജീവിച്ചവൻ, 70 കൊല്ലം ജീവിച്ചവൻ, 90 പിന്നിട്ടവനും ജീവിതത്തെ നന്നാക്കിയിട്ടില്ലെങ്കിൽ, ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മരണത്തിന്റെ രംഗത്ത് കരയും, മരണത്തിന്റെ രംഗത്ത് വലപിക്കും. അള്ളാഹിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ, 1 വർഷത്തിന്റെ ആയുസ് തരുമോ? 1 മാസത്തിന്റെ ആയുസ് തരുമോ? ഒരാഴ്ചയുടെ ആയുസ് തരുമോ? 1 ദിവസത്തിന്റെ ഇല്ല. അള്ളാഹിനോട് പറയുന്നത്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരൽപ്പ സമയം തരോ റബ്ബേ, ഒരൽപ്പ സമയം തരോ, ഞാൻ നന്നായിക്കോളാ. അള്ളാഹു മടക്കി തരൂല, അള്ളാഹ് മടക്കി തരൂല. 23 അധ്യായം 99-100 ആയത്തുകളാണ്. റബ്ബിർജിഊൻ, ഒന്ന് മടക്കി തരുമോ അല്ലാഹ്, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഇതുവരെ ചെയ്യാത്ത അമലുകളൊക്കെ ചെയ്തോളാം എന്ന് റബ്ബിനോട് കെഞ്ചി പറയുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹ് പറയും, മലക്കുകളെ വേണ്ട, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അവൻ വെറുതെ പറയുന്നൊരു വർത്തമാനം മാത്രമാണത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവന്റെ പിന്നിലുള്ളത് ഖബർ, അവന്റെ പിന്നിലുള്ളത് ബർസഖ, അവനെ മടക്കി വിടണ്ട എന്ന് റബ്ബ് പറയും. ഇവിടെ മാത്രമല്ല, സൂറത്ത് മുനാഫിഖൂനിലും അല്ലാഹു ആവർത്തിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പരലോകത്തിലൂടെ കടന്നു വരുമ്പോ അവിടെയും അല്ലാഹുവോട് പറയുന്നുണ്ട്, ദുനിയാവിലേക്ക് ഒന്ന് മടക്കി തരുമോ അല്ലാഹു മടക്കി തരൂല. പ്രിയമുള്ളവര്, മൃഗങ്ങളെ മുഴുവൻ മണ്ണാക്കി കളയുന്ന സന്ദർഭങ്ങൾ കാണുമ്പോ ഞാനൊന്ന് മണ്ണായിരുന്നെങ്കിലെന്ന് വിലപിക്കുന്നുണ്ട്, പക്ഷേ രക്ഷയില്ല. ഭയാനകതകളെ കാണുമ്പോ കരയുന്നുണ്ടൊന്ന് മടക്കി തരുമോ? തിന്മ ചെയ്ത ആളുകളുടെ ഇടത് കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കുന്ന സന്ദർഭങ്ങളെ കാണുമ്പോ കരഞ്ഞിട്ട് പറയുന്നുണ്ട്, ലമൂത കിതാബിയാ, എനിക്കൊന്ന് കിട്ടാതിരുന്നെങ്കിലെന്ന് പറയുന്നുണ്ട്, പക്ഷേ അല്ലാഹു തരാതിരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ 2 ആയത്തുകൾ തന്നെ ധാരാളമാ. അല്ലാഹു പറയുന്നുണ്ട്, വലൗ തറാ ഇതിൽ മുസ്ലിമൂന നാകിസൂ റഊസിഹിം ഇൻദ റബ്ബിഹിം, കുറ്റവാളികളായ ആളുകളെ നീ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവരുടെ തലകളെ അവർ കുത്തിപ്പിടിച്ചതായ അവസ്ഥകളിലൂടെ കടന്നു വരുന്നത് ദുനിയാവിൽ. എൻ്റെ പ്രിയമുള്ളവർ, ഒരു കുറ്റവാളിയെ പിടിച്ചുകൊണ്ട് വരുമ്പോ മിന്നിമായുന്ന മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുമ്പിൽ തലകുനിക്കുന്ന പോലെയല്ല. അഗ്ലാലം ഫഹിയ ഇലൽ ഖാനി ഫഹും മുഖമഹൂൻ. സൂറത്ത് യാസീനിൽ അല്ലാഹ് പറഞ്ഞില്ലയോ, പിരണി മുതൽ നിര്യാണി വരെ ചങ്ങലകളാൽ ബന്ധിച്ചവരാണ് അവർ. അല്ലാഹുവിനോട് പറയണ വാക്കെന്താണ്? റബ്ബനാ അബ്സർനാ വസമിഅനാ, അല്ലാഹുവേ ഞങ്ങൾ കണ്ടു അല്ലാ, സബാനിയത്തിന്റെ മലക്കിന്റെ കയറ്റവും ഇറക്കവും ഞങ്ങൾ കണ്ടു അല്ലാ, കൊട്ടാരം കണക്ക തീപ്പൊരികൾ പാറുന്നത്, നരകത്തിന്റെ ഭയവിഹ്വലമായ കാഴ്ചകളെ കണ്ടുപോയല്ല. അതുകൊണ്ട് തന്നെ ഫർജിഅനാ നഅമൽ സ്വാലിഹാ, ഞങ്ങളെ ഒന്ന് മടക്കി തരികയാണെങ്കിൽ നല്ലതുപോലെ
അതുപോലെ പ്രവർത്തിച്ചോളാമല്ലാ. തീർച്ചയായും ഞങ്ങൾ ദൃഢവിശ്വാസികളായിക്കൊള്ള ഉറപ്പായുമല്ല എന്ന് റബ്ബിനോട് കഞ്ചി പറയുമ്പോ അല്ലാഹു പറയുന്നു നരകത്തെ നിറക്കുമെന്നുള്ളതിന്റെ വാഗ്ദത്തമാണെങ്കിൽ ഫദൂഖൂ ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ, നീ ആസ്വദിച്ചോ, നീ അനുഭവിച്ചോ, ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിനെ നീ മറന്നതല്ലയോ? ദുനിയാവിന്റെ സുഖങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോ, ദുനിയാവിന്റെ തിന്മകൾക്ക് പിന്നാലെ ഓടുമ്പോ അള്ളാന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരുമെന്ന നാളിനെ നീ മറന്നതല്ലയോ? അതുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നാനസീനാക്കോ, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയുകയാ, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയുകയാ. നിങ്ങൾ അനുഭവിച്ചോ, നിങ്ങൾ ആസ്വദിച്ചോ. പ്രിയമുള്ളവര്, തിരിച്ചൊന്നു വരാനൊരവസരമില്ല. അവസാനമായി കത്തിയാണെന്ന നരകത്തിലേക്ക് എറിയപ്പെടുന്ന നിമിഷമില്ലയോ? അടച്ചുമൂടപ്പെട്ട നരകത്തിന്റെ കമാനങ്ങൾ തുറക്കപ്പെടുമ്പോ ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച നരകത്തിന്റെ മുന്നിലൂടെ കൊണ്ടുവന്ന് നിർത്തുമ്പോ ആ നരകത്തിന്റെ തീജ്വാലകള് കൊട്ടാരം കണക്ക് തീപ്പൊരി പാറുന്ന നരകത്തില് എറിയപ്പെടുന്ന അവസാന നിമിഷമാ. അടുത്ത സെക്കൻഡ് നരകത്തിലാണെന്ന് ബോധ്യപ്പെടുമ്പോ അപ്പോഴും അല്ലാഹുവോട് പറയുന്നുണ്ടല്ലോ, ഒരൽപ്പ സമയമൊന്ന് മടക്കി തരുമോ അല്ലാ, നന്നായിക്കോളാ റബ്ബേ എന്ന് കഞ്ചി പറയുമ്പോ അല്ലാഹു തരൂലാട്ടോ, അല്ലാഹു മടക്കി തരൂലാട്ടോ. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാ, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കല്ലേ, വറഹ്മതീ അലബതു അലബീ, എന്റെ കോപത്തിനേക്കാളും അതിജയിച്ചതെന്റെ കാരുണ്യമാ. അതുകൊണ്ടല്ലേ കിൽത്താനുകാര് അള്ളാന്റെ പ്രവാചകനെ നിയോഗിച്ചത്, വിശുദ്ധ ഖുർആന് പഠിപ്പിച്ചു തരാന് നിയോഗിച്ചത്, സത്യാസത്യങ്ങളെ പറഞ്ഞു തന്നത്, സ്വർഗമുണ്ടെന്ന് പറഞ്ഞത്, നരകമുണ്ടെന്ന് പറഞ്ഞത്, ഇന്ന അദാബുകൾ നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, പഠിക്കാനുള്ള മനസ്സുണ്ടോ? ഈ സമയത്തിലൂടെ ചിന്തിക്കാനുള്ള മനസ്സുണ്ടോ? ഞങ്ങളെ വലിഞ്ഞു കയറിയവരെന്ന് പറഞ്ഞേക്കാ, ഈ ദ്വീപിനെ നശിപ്പിക്കാൻ വന്നവരെന്ന് പറഞ്ഞേക്കാ, ഖാദിയാനികളെ പോലെ കടലിൽ നിങ്ങളെ എറിയുന്നവരെന്ന് നിങ്ങൾ പറഞ്ഞേക്കാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു വിഭാഗം ഉണ്ടായിരിക്കുമെന്ന്. പ്രിയമുള്ളവര്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ നിങ്ങളോട് പറയുന്നത്. ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭങ്ങളില് റൂഹ് പിടിക്കുന്ന മലായിക്കത്തുകൾ പോലും അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്തവരുണ്ടെങ്കിൽ അവരുടെ റൂഹ് പിടിക്കുമ്പോ ചോദിക്കില്ല, ഐനമാ കുൻതും തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ നീ ദുആ ചെയ്തിരുന്ന ആളുകളൊക്കെ എവിടെ പോയടോ? അല്ലാഹു അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ആളുകളൊക്കെ എവിടെ പോയടോ? ഒരുപാട് ഖുത്ബിയത്ത് ചൊല്ലിയവനല്ലടാ, ഒരുപാട് ബദർമൈത്ത് ചൊല്ലിയവനല്ലടാ. യമൻ ബിഹി ഹല്ലറദ വഹമൻ ബിഹമ്മിൻ നകീദ കുൽനാദിയം മുസ്തൻജിദായ അഹ്ല ബദർ ശുഹദാ. അവരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോ അവരൊക്കെ ഞങ്ങളെ കൈവിട്ടു പോയി എന്ന് പറയേണ്ടി വരുന്ന രംഗമാ. പ്രിയമുള്ളവരെ, ഖബറിലൂടെ നടക്കുന്ന ഏറ്റവും വലിയ അദാബാർക്കാണെന്നറിയുമോ? ചില ഖബറുകൾ ഇങ്ങനെ കാണുമ്പോ ലോകത്തിന്റെ മുത്ത് ചോദിക്കുന്നു, ഈ ഖബറിലൂടെ മറമാടപ്പെട്ട ആളുകളാരാ? സ്വഹാബ പറയുന്നു, നബിയേ, മാതൂ ഫിൽ ഇശ്റാഖ്, ശിർക്ക് ചെയ്തു പോയ അവസ്ഥകളിലൂടെ വിട പറഞ്ഞു പോയവരാ.
മുത്തനബി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ലൗലാ അല്ലാഹ തദാഫനു ലദഅഉതുല്ലാഹ അയ്യുസ്മിഅകും മിൻ അദാബിൽ ഖബറില്ലദീ യസ്മഉ. നിങ്ങൾ പരസ്പരം മറമാടേണ്ട ആളുകളല്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഞാൻ കേട്ടുപോയ ഈ ഖബറിന്റെ അദാബിന്റെ ശിക്ഷയുടെ ശബ്ദമുണ്ടല്ലോ, അത് നിങ്ങൾക്കും കേൾപ്പിച്ചു തരാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു എന്ന് ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങൾക്ക് ആ ശബ്ദം കേട്ടാൽ നിങ്ങളുടെ സഹോദരന്റെ ജനാസ ഖബറിലൂടെ വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവർ, ശിർക്ക് ചെയ്തവർക്ക് ഒരു കാലത്തും മോചനമില്ലാതെ കത്തിയാളുന്ന നരകത്തിൽ, കല്ല് കത്തുന്ന നരകത്തിൽ, ദുനിയാവിൽ കല്ല് കത്തൂല, ആ കല്ല് കത്തുന്ന നരകത്തിൽ മനുഷ്യനെ കത്തിക്കുമ്പോ അവിടെ ഒരു കാലത്ത് മോചനമില്ലാതെ കഴിയുന്നവർ 5-ാമത്തെയും സൂറത്ത് മാഇദ 72-ാമത്തെ ആയത്ത് അള്ളാഹുവിൽ പങ്കുചേർത്തവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സൃഷ്ടാവായ യജമാനനായ റബ്ബിനോടുള്ള കടമ ഈ ലോകത്തോട് വിട പറയുമ്പോൾ പത്തരമാറ്റ ഈമാനിന്റെ റൂഹായി വിട പറയാൻ, അവന്റെ ജന്നാത്തിലേക്ക് കടക്കാൻ ഈ സമയം നമുക്ക് പരിശോധിക്കാം. പ്രിയമുള്ളവരെ, വാശിയല്ല, വൈരാഗ്യമല്ല, പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വമാണ്. അല്ലാഹുമ്മ അൻത ഷാഹിദ്, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്. അല്ലാഹുവേ, നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ. നിന്റെ തൗഹീദിന്റെ ശബ്ദമിതാ, നിന്റെ മാർഗത്തിന്റെ ശബ്ദമിതാ, നിന്റെ പ്രമാണങ്ങളുടെ ശബ്ദമിതാ. ഞങ്ങളുടെ എളിയ പ്രബോധകന്മാരോട്, ഇവിടുത്തെ പ്രവർത്തകന്മാരോട് അധ്വാനത്തിന്റെ ഫലമായി ഈ കിൽത്താനിന്റെ മണ്ണിലൂടെ എത്തിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഇനി ജനങ്ങളെ, നിങ്ങളുടെ ഊഴമാണ്. ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലേ നിങ്ങൾക്ക് തള്ളിക്കളയാ. ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. മതത്തിൽ ബലാത്കാരമില്ല. സത്യമിതാ, അസത്യമിതാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. നാളെ ബഹ്ദാനായ ജബ്ബാറായ റബ്ബിന്റെ കോടതിയിലൂടെ വന്നു നിൽക്കുമ്പോ ഇതാ ഈ നിഅമത്തുള്ള ഞങ്ങളുടെ മുന്നിലുണ്ടായിട്ട്, ഈ ഉഖാശ ഞങ്ങളുടെ മുന്നിലുണ്ടായിട്ട് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടില്ല എന്ന് ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇതിനെ ഭയപ്പെട്ടുകൊണ്ട് ഇടയലേഖനം ഇറക്കുന്ന കാളിമാരോട്, നായിബ് കാളിമാരോട്, പുറത്തുനിന്ന് പുലമ്പുന്ന സഖാഫിമാരോട് അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ കടന്നു വരുമ്പോ ലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യുസക്കീഹിം. അള്ളാഹു നിങ്ങളോട് സംസാരിക്കില്ല, അള്ളാഹു നിങ്ങളെ സംസ്കരിക്കുകയില്ല, കാരുണ്യത്തിന്റെ നോട്ടം നിങ്ങൾ നോക്കില്ല. ഈ പാവപ്പെട്ട ദ്വീപിന്റെ നിവാസികൾ അള്ളാന്റെ ദീനിൽ നിന്ന് തടഞ്ഞു വെച്ച ഹറാമായത് ഭക്ഷിക്കാനാണ് ഇനിയും തീരുമാനമെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ മാപ്പില്ല. പരലോകമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്. ഭരണം സത്യമാണ്. അടിയാഭരണങ്ങൾ മുഴുവൻ ഇറക്കി വെച്ച കാളിപ്പട്ടണങ്ങളെ, പട്ടണങ്ങളെ ഇറക്കി വെച്ചുകൊണ്ട് യാത്ര പറയേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങൾ വരുമ്പോ ഏതോ ഒരു അങ്ങാടിയിൽ നിന്ന് വന്ന് നിസ്സാരമായ കഫംപടവ ധരിച്ച ഒരു എക്സ്ട്രാ സോക്സ് പോലും എടുക്കാൻ കഴിയാതെ യാത്ര പറഞ്ഞ് 6 അടി മണ്ണിനോട് ഇഴുകിച്ചേരുമ്പോ ഏത് പ്രതാപത്തിനാണ്, ഏത് പ്രശംസയ്ക്ക് വേണ്ടിയിട്ടാണ് പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുന്നതെങ്കിൽ അല്ലാഹു സാക്ഷി. ഈ പ്രബോധനത്തിന്റെ ദൗത്യത്തിന്റെ ഉദ്യമനങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ മുഴങ്ങി വരുമെന്ന പ്രഖ്യാപനത്തോടുകൂടെ ഈ സംസാരത്തിന് ഞാനിവിടെ സമാപനം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ, ഉൾക്കൊണ്ട് ജീവിക്കാൻ, പരലോകത്തിന്റെ വിജയം വരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അങ്ങേ തലക്കൽ പശ്ചിമേഷ്യയുടെ മണ്ണിൽ കുഞ്ഞുമക്കളുടെ കാൽത്തണ്ടയിൽ മാർക്കർ കൊണ്ട് ഉമ്മമാരെ പേരെഴുതി കൊടുക്കുന്നത് മക്കളെ കിളിപ്പെടുത്തി ചിരിപ്പിക്കാനല്ല, മറിച്ച് തകർന്നു വീഴുന്ന കൂരകൾക്കും ബിൽഡിങ്ങുകൾക്കും താഴെ മൃതശരീരങ്ങളെ കിട്ടുമ്പോൾ അത് തങ്ങളുടെ മക്കളാണെന്ന് സ്ഥിരീകരിക്കാനാണ്. മരണത്തിന് മുന്നിൽ കാണുന്ന ആളുകളുണ്ട്. അഭയാർത്ഥി ക്യാമ്പിൽ തുണിയുടെ 4 മൂല പിടിച്ച് മക്കളിങ്ങനെ കളിക്കുമ്പോൾ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, മക്കളെ എന്ത് കളിയാ കളിക്കുന്നത്? ഞങ്ങൾ ഷഹീദ് കളിക്കുകയാണ്. ഈ തുണിയുടെ മധ്യത്തിലുള്ളത് ഞങ്ങളുടെ കുഞ്ഞനുജനാണ് ഹാദി. അവൻ നാളെ ഷഹീദായാൽ അവനെങ്ങനെ യാത്രയേക്കുമെന്ന് ഞങ്ങൾ കളിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവരുടെ മുന്നിൽ ഭയപ്പാടുകളുണ്ട്, ചിന്തകളുണ്ട്. നമ്മളിന്ന് സുഖത്തിലും സന്തോഷത്തിലൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ
പലതിനെയും നമ്മൾ മറക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കൾക്ക് സമാധാനം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, പരലോക വിജയം തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. കത്തിയാടുന്ന നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. വ്യത്യസ്തമായ ദഅവ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുമ്പോൾ ലോകമാന്യതയുടെ ഒരു തരിമ്പ് പോലും ഞങ്ങളുടെ ആരുടെയും ഹൃദയത്തിൽ നീ ഇട്ടു തരല്ലേ അല്ലാ. ഒരു തരിമ്പ് പോലും ഞങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടു തരല്ലേ അല്ലാ. ഈ ആദർശ പ്രബോധന രംഗത്ത് മുന്നോട്ട് നയിക്കുന്ന ഞങ്ങളുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, ഉലമാക്കൾ അറിവും കഴിവും തൻ്റെ ഇടവും ആഫിയത്തും ദീർഘായുസ്സും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفاه وفي عزة وفي لبنان. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.